ഹായ് ഹലോ, നമുക്ക് ഭരണിക്ക് പോയിട്ട് വന്നാലോ? അപ്പോൾ വേല ഇന്നലെയായിരുന്നു കേട്ടോ, വേലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ഭരണിക്ക് പോകണത് എടുക്കാം. അപ്പോൾ ഈ അത്യാവശ്യത്തിലേറെ നടക്കാനുണ്ട്. നടന്ന് ഞങ്ങൾ ഇട്ടാപ്പൊട്ടിക്ക് മേടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അത്യാവശ്യത്തിലേറെ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴാമെന്ന് വിചാരിച്ച, പക്ഷേ ഗൈസ് തൊഴാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഏകദേശം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ? ഇത് വെളിച്ചപ്പാട് പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണതാണ് കേട്ടോ. ആ തെറേനെയും അങ്ങനെ ഐറ്റംസൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം തെറ വന്നു. പിന്നെ ഇങ്ങനെ ഓരോ തെറകളുടെ ടീമുകളായിട്ട് വരും തോറും വെളിച്ചപ്പാട് അവരെ സ്വീകരിച്ചിട്ട് അമ്പലത്തിലോട്ട് കയറ്റുക. അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കണ്ടതാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഞങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ടൈം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഉള്ളതും. അങ്ങനെ ഇതേ ഭൂതത്തിനെയും കൂടി ഇതാക്കി. പിന്നെ ഫുള്ള് തെയ്യങ്ങളായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് കാളികൾ തമ്മിൽ, ഞാൻ തോന്നുന്നു ഗൈസ് ഒരു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫൈറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഇതാണ്, നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. ആ ബ്ലാക്ക് കളറുള്ള ആ കാളീനെ കാണുമ്പോൾ ശരിക്കും പേടിക്കും കേട്ടോ. അവരത് പേടിപ്പിക്കണമുണ്ട് പിള്ളേരെയൊക്കെ കാണുമ്പോൾ കേട്ടോ. അതിനുശേഷം നല്ല അടിപൊളി ശിങ്കാരിമേളം കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തെയ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തെരേനെക്കാട്ടിയും കൂടുതൽ ഇന്നലെ തെയ്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഓരോ രൂപങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫൈനലി ലാസ്റ്റ് ഈ ചോപ്പ് കണ്ണൂർ തെയ്യങ്ങൾ അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു തെയ്യങ്ങളോട് കൂടിയിട്ട് അവസാനിക്കുകയായിരുന്നു കേട്ടോ. ഒരു 9:30-10 മണിയോട് കൂടിയിട്ടായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നല്ല ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇത് നമ്മൾ താഴത്തേക്കാവിൻ്റെ അതിൽ കൂടെയാണ് കേട്ടോ. നമ്മൾ നടന്ന് അങ്ങോട്ട് പാടത്തേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പിലങ്ങാട് ഭരണിക്ക് മേലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വരാത്തവരുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നെക്സ്റ്റ് ഇയർ എന്തായാലും നിങ്ങൾ വരണം. അപ്പോൾ ഇതിവിടെ ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പൂരം കഴിയണേറ്റ് മുന്നേ തന്നെ ഇവിടെ ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വൻ വൈബാണ് കേട്ടോ. അതിന് ഉള്ളിൽ കയറി എൻ്റെ മക്കളെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ നടന്നതിന് ശേഷം ഗൈസ് പൂരപ്പറമ്പിൽ വന്ന് ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പാനിപ്പൂരിയും കൂടിയും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇല്ലം പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം വീട്ടിലേക്ക് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേലയ്ക്ക് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ബൈ, സീ യു.